അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ തിരുമേനിയെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്നത്തെ പകൽക്കാല ആരാധന നയിപ്പാൻ പ്രിയ മക്കളെ ദൈവം സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൻ്റെ ഒരു ഹല്ലേലൂയ താൽക്കാലികമായ ഒരു കൺക്ലൂഷനിലേക്ക് ഈ ആഴ്ച വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം സ്വർഗം, ഹെവൻ എന്നൊരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. എത്ര സന്തോഷമുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിൽ പോകുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളാരും ഈ ഭൂമിയിൽ സ്ഥിരവാസികളല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 50. പ്രൈസ് ദി ലോർഡ്. അത് അത്രയൊക്കെ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം നമ്മൾ പോകാൻ പോകുന്ന നിത്യഭവനം. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവചനം നമ്മൾ പറയുകയാണ്. ഹല്ലേലൂയ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. 1 കൊരിന്ത്യർ 15:19 നമ്മൾ വായിക്കുകയാണ്, "If in this life only we have hope in Christ Jesus, we are of all men most miserable." ആ പേര് എന്നെ ആരും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. മിസറബിൾ ഗായ് എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ചിലർ തേക്കുന്നത് പിറ്റീഡ്. ഹല്ലേലൂയ. പരിതാപകരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ ആർക്കും ആ പേര് വിളിക്കുന്നത് ഇഷ്ടമല്ല. ബൈബിൾ പറയാണ്, പൗലോസ് പറയാണ്, നാം ഈ ആയുസ്സിൽ മാത്രം, ഈ പറയുന്ന വർഷങ്ങളിൽ മാത്രം, ഹല്ലേലൂയ, ആയുസ്സിൽ മാത്രം നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ആയുസ്സിൽ മാത്രം നമ്മൾ പ്രസംഗിക്കുന്നുവെങ്കിൽ, ഈ ആയുസ്സിനെ പറ്റി മാത്രം നമ്മൾ പ്രസംഗിക്കുന്നെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഉപദേശിയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ആയുസ്സിലെ കാര്യങ്ങൾ മാത്രം പ്രസംഗിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കേണ്ട പാസ്റ്റർ മിസറബിൾ. കാര്യം എനിക്ക് അതിനപ്പുറം ഒരു കാഴ്ചപ്പാടില്ല. ഹലോ, നിനക്ക് ഇവിടുന്ന് നിൻ്റെ കൊറോള മാറ്റി നിന്നെ ക്യാമറയും മേടിച്ച് തരുമെന്ന് പറയുന്ന പ്രവചനമല്ല ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. സന്തോഷമുണ്ട്. ക്യാമറയോ എന്ത് വേണേ വന്നോട്ടെ. ഹല്ലേലൂയ. അതൊന്നും ദൈവത്തിന് വിഷയമല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഈ ലോകത്തിൽ ഇട്ടിട്ട് പോകുന്ന കാര്യങ്ങളല്ലയോ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു ദൈവദാസനായി ഞാൻ മാറണമെങ്കിൽ ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്യണം. മുഖം നോക്കാതെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പൗലോസ് പറയുകയാണ്, ഈ ആയുസ്സിൽ മാത്രമല്ല നമ്മുടെ പ്രത്യാശ, മരണത്തിന് അപ്പുറം ഒരു ജീവനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയ സിസ്റ്റർ പിതാവിനെ കാണുവാൻ പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. I believe he is in a better place. He is in heaven. പ്രിയ ആൻറ്റി പറഞ്ഞു, പ്രിയ ഹല്ലേലൂയ, പ്രിയ പൈതലി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് നമുക്ക് വേണ്ടി. കർത്താവ് ഒരുക്കിയതൊരു പട്ടണമുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇമ്പോർട്ടൻസ്, വാട്ട് ഈസ് അവർ ഇമ്പോർട്ടൻസ്, എപ്പോഴും നമ്മുടെ കണ്ണ് സ്വർഗത്തിലേക്ക് ആയിരിക്കണം എന്ന് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൗതിക അകത്ത് കയറി ഹല്ലേലൂയ പലപ്പോഴും ദൈവമക്കൾ, ഹല്ലേലൂയ, സഭായോഗങ്ങൾ, സ്വർഗത്തെപ്പറ്റി സംസാരിക്കേണ്ട സംരംഭങ്ങൾ, ഹല്ലേലൂയ, എല്ലാം എന്തായി മാറി? വെറും ജഡികമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവർക്കാണ് കയ്യടി കിട്ടുന്നത്. അങ്ങനെയുള്ള പ്രവചനത്തിനാണ് വാല്യൂ ഉള്ളത്. അങ്ങനെയുള്ളത് ഹല്ലേലൂയ വിഷയങ്ങൾക്കാണ് മനുഷ്യൻ വാല്യൂ കൊടുക്കുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, എന്നെ വിളിച്ചിരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന പലരും പ്രസംഗിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവ ശുശ്രൂഷയ്ക്ക് നിങ്ങൾക്ക് വിളിയുള്ളവരുണ്ട്. ഇന്ന് കർത്താവിൻ്റെ ദാസൻ പ്രിയ ലിജോ ബ്രദർ വളരെ ശക്തമായി നമ്മോട് സംസാരിച്ചു. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രൈം ഫോക്കസ് ഈസ് ഗോഡ് ആൻഡ് ഹെവൻ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഏജന്റുമാരാണ് നമ്മൾ. ഹല്ലേലൂയ. എത്രയൊക്കെ മനസ്സിലായി? ഈ ഭൂമി നമ്മൾ ജീവിക്കുന്നെങ്കിലും നമ്മുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള 10 പേരെങ്കിലും അക്കരെ ഒന്ന് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മനുഷ്യനെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സമയം മുന്നോട്ട് പോകുന്നല്ലോ. ഹല്ലേലൂയ. പെട്ടെന്ന് നമ്മുടെ വിഷയത്തേക്ക് മടങ്ങി വരാം. നമ്മുടെ ഭവനം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളിൽ പലരും ഭവനം മേടിച്ചിട്ടുണ്ട് ഈ രാജ്യത്ത്. ഹല്ലേലൂയ. എത്ര ഭവനങ്ങൾ കയറിയിട്ടുണ്ടാവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ ഗ്രേസംബർ ഒരു 100 ഭവനം താൻ കണ്ടെന്നല്ലേ ഗ്രേസംബർ? അല്ല, തൻ്റെ ഭവനം മേടിക്കുന്നു. ഞാനും 2, 3, 4 മാസത്തോളം പല ഭവനങ്ങളും ഹല്ലേലൂയ ഒന്നൊക്കുമ്പോൾ ഒന്നൊക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീട് ഇഷ്ടപ്പെടുമ്പോൾ ബഡ്ജറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബഡ്ജറ്റ് ഉള്ളത് നോക്കുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടുന്നില്ല. കയറി വരുമ്പോൾ കിച്ചൺ അത് ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടമല്ല. പക്ഷേ ഇപ്പം അങ്ങനെയുള്ളവരാണ് കിട്ടിയത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, പലതും നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഏജൻറ്റ് പറയും, എന്താ ഇത്രയും വില? അപ്പോൾ ഏജൻറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്,
സോ മച്ച് അപ്ഗ്രേഡ്സ് ഉണ്ട്. എന്തോ അപ്ഗ്രേഡ്? ക്വാർട്സിൻ്റെ കൗണ്ടർ ടോപ്പ് ഉണ്ട്. പ്രൈസ് ബാത്റൂമിൻ്റെ പഴയതെല്ലാം മാറ്റി ഇപ്പം പുതിയതാക്കി. ഹല്ലേലൂയ, അതുണ്ട് ഇതുണ്ട്. ഹല്ലേലൂയ, എല്ലാം ഹല്ലേലൂയ. ടെസ്ല മേടിച്ചാൽ അതിനുവേണ്ടി പ്രത്യേകം ആംബിയർ ഉള്ള ഇലക്ട്രിസിറ്റി, അതിപ്പോഴാണ് മനസ്സിലായി അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. പ്രൈസ് എല്ലാ വയറും കോപ്പർ വയറാ, അലുമിനിയം ഒന്നും അല്ല, എല്ലാം കോപ്പർ വയറാ. ഇതൊക്കെ പറഞ്ഞ് അതിൻ്റെ മെറ്റീരിയൽസിനെ പറ്റി താൻ വലിയൊരു ക്ലാസ് നമുക്ക് തരും. പ്രൈസ് ലോ. എന്നാൽ സ്വർഗരാജ്യത്തിൽ നമ്മുടെ ഭവനം ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ മെറ്റീരിയലുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് അല്പസമയം ചിന്തിക്കുന്നത്. എത്ര സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു ഇതിന് ഗോപുരങ്ങളുണ്ട്. ദ ഗേറ്റ്സ് ഓഫ് ഹെവൻ. ഹല്ലേലൂയ. ദ ഗേറ്റ്സ് ഓഫ് ഹെവൻ ആർ മെയ്ഡ് ഓഫ് പേൾസ്. ഹല്ലേലൂയ. എത്ര സന്തോഷമുണ്ട്. സ്വർഗത്തിൻ്റെ ഭവനം ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റ് ആൻഡ് കൊണ്ടല്ല. ഹല്ലേലൂയ. മറ്റെന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ടല്ല. ബൈബിൾ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. The gates of the New Jerusalem is made of a single pearl. ഹല്ലേലൂയ. ഒരു മുത്ത് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ഹല്ലേലൂയ. മുത്തിൻ്റെ വില നമുക്കറിയാം. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഹല്ലേലൂയ, ഒരു മുത്ത് വയലിൽ കണ്ടിട്ട് ഒരു മനുഷ്യൻ സകലതും വിറ്റ് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ മുത്ത് മേടിക്കാൻ വേണ്ടി, ഹല്ലേലൂയ, he saw the value of the pearl. ഹല്ലേലൂയ. ആ പേളിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് താനത് തനിക്കുള്ളതെല്ലാം വിറ്റ് നിലം മേടിക്കുവാനായിട്ട് ശ്രമിച്ചു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, പുതിയ യെരൂശലേമിലെ ദേവാലയത്തിലല്ല ഹല്ലേലൂയ ഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ ഈസ് മെയ്ഡ് ഓഫ് പേൾ. എത്ര സന്തോഷമുണ്ട്. ഹല്ലേലൂയ. എത്ര മനോഹരമാണ്. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ദൈവിക പട്ടണം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഹല്ലേലൂയ 12 ഗോപുരങ്ങളിലും എന്തുണ്ട്? 12 ദൂതന്മാരെ കാവൽ നിർത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പുതിയ യെരൂശലേമിൽ എന്തിനാണ് ഈ കാവൽക്കാരായിട്ട് ദൂതന്മാരെ നിർത്തിയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞാനും നിങ്ങൾ അവിടെ പാർക്കുമ്പോൾ, ഹല്ലേലൂയ, ഇടയ്ക്കിടയ്ക്ക് ഗോപുരത്തിൽ അകത്തോടൊന്ന് കയറുമ്പോൾ ഓരോ ദൂതന്മാരൊന്ന് സല്യൂട്ട് അടിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവമക്കൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മളെ സ്വാഗതം ചെയ്യുന്നത്, നമ്മളെ എസ്കോർട്ട് ചെയ്യുന്നത് ആരാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. പഴയ നിയമം പഠിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നിങ്ങൾക്കറിയാം, ഹല്ലേലൂയ, മരുഭൂമിയിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സമാഗമന കൂടാരമുണ്ടാക്കണം. സമാഗമന കൂടാരത്തിൻ്റെ 4 ദിശയ്ക്കും, ഹല്ലേലൂയ, ഹല്ലേലൂയ, 3 ഗോത്രങ്ങൾ വെച്ച്, 3 ഗോത്രങ്ങൾ കിഴക്ക്, 3 ഗോത്രങ്ങൾ പടിഞ്ഞാറ്, 3 ഗോത്രങ്ങൾ വടക്ക്, 3 ഗോത്രങ്ങൾ ഹല്ലേലൂയ തെക്ക്. ഈ 4 ഗോത്രങ്ങൾ ഏതൊക്കെ ദിശയിലാണെന്ന് ഹല്ലേലൂയ നിങ്ങൾ പഠിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഓരോ ഗോത്രങ്ങൾക്കും ഓരോ പൊസിഷൻ ദൈവം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് സമാഗമന കൂടാരം, ദൈവ തേജസ് ഇറങ്ങുന്നതായിട്ടുള്ള സമാഗമന കൂടാരം. അതിൻ്റെ 4 ദിക്കിലും 3 ഗോത്രങ്ങളെ വെച്ചിട്ട് ദൈവം, ഹല്ലേലൂയ, സ്വർഗത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രോസിൻ്റെ ഷേപ്പാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ നിന്നും ഹല്ലേലൂയ ഒരു ഡ്രോൺ എടുത്ത് നമ്മളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ, ഒരു പിക്ചർ എടുത്താൽ നിങ്ങൾക്ക് കാണുവാനാണ് സാധിക്കുന്നത് നടുക്ക് ദൈവത്തിൻ്റെ കൂടാരം. പ്രൈസ് ദി ലോർഡ്. 4 ദിശത്തും മനുഷ്യൻ്റെ കൂടാരം. ഹല്ലേലൂയ. ഇതെന്താണ് കാണിക്കുന്നത്? ഈ ക്രൂശിലൂടെയാണ് നിനക്കൊരു റിഡംഷൻ ഉള്ളത്. ആ ക്രൂശിൻ്റെ നടുക്ക് കിടക്കുന്നത് ആരാന്നറിയാമോ? ആ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 4 ദിശയ്ക്കും, ഹല്ലേലൂയ, സ്വർഗീയ യെരൂശലേമിൽ, ഹല്ലേലൂയ, ഭൂമിയിൽ സ്വർഗീയ യെരൂശലേമിൻ്റെ ഒരു റെപ്ലിക്ക, അല്ല ഒരു മോഡല്, അല്ലെങ്കിൽ ദൈവം കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഹല്ലേലൂയ, 4 ദിശയിലും അല്ലെങ്കിൽ 3 ഗോത്രങ്ങൾ വെച്ച് ദൈവം അവരെ ആക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പുതിയ യെരൂശലേമിലേക്ക് വരുമ്പോൾ നമുക്ക് അത് തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ രൂപം, ഹല്ലേലൂയ, ദ ഒറിജിനൽ ഫോം, ഹല്ലേലൂയ, ദ ഒറിജിനൽ ജെറുസലേം ഈസ് കെപ്റ്റ് ഇൻ ഹെവൻ. ഹല്ലേലൂയ. ആ ഒറിജിനൽ രൂപം നമുക്ക് കാണാനായിട്ട് പോകുകയാണ്. എന്താണെന്നറിയാമോ? 12 ഗോത്രങ്ങളും 4 ദിശയിൽ 3 ഗോപുരങ്ങൾ വെച്ച് ഓരോ ഗോപുരത്തിനും ഓരോ പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ ഗോപുരത്തിൻ്റെ പേര് രൂബേൻ. ഹല്ലേലൂയ. ശിമിയോൻ, ലേവി, യഹൂദ, ഹല്ലേലൂയ തുടങ്ങി, ഹല്ലേലൂയ, 12 ഗോത്രങ്ങളുടെ പേരും എഴുതി വെച്ചിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവിക തെരഞ്ഞെടുപ്പ് ഒരിക്കലും തെറ്റിപ്പോകുകയില്ല. ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തപ്പോൾ തന്നിലൂടെ ഒരു വംശത്തെ താൻ കണ്ടു. ഹല്ലേലൂയ. തന്നിലൂടെ ഒരു ഇസ്ഹാക്കിനെ കണ്ടു. ഇസ്ഹാക്ക് തലമുറയില്ലാതെ പോയി. അബ്രഹാമിന് തലമുറയില്ലാതെ ദൈവം തലമുറ കൊടുത്തു. ദൈവം ഇസ്ഹാക്കിന് തലമുറയെ കൊടുത്തു. യാക്കോബിന് 12 ഗോത്രങ്ങളെ കൊടുത്തു. ഈ ഗോത്രങ്ങളുടെ പേര് ദൈവം മായ്ച്ചു കളഞ്ഞില്ല. പുതിയ യെരൂശലേമിൽ അവരുടെ പേര്
പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരും ഇന്ന് വിശ്വസിക്കുന്ന ഒരു തിയോളജി ഉണ്ട്. എന്തെന്നറിയാമോ? റീപ്ലേസ്മെന്റ് തിയോളജി. വാട്ട് ഈസ് റീപ്ലേസ്മെന്റ് തിയോളജി? ഗോഡ് ഹാസ് റീപ്ലേസ്ഡ് ഇസ്രായേൽ വിത്ത് ദ ചർച്ച്. അങ്ങനെ ആരും പ്രസംഗിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, പ്ലീസ് ഡോണ്ട് ലിസൺ ടു ദെയർ മെസ്സേജ്. കാര്യം എന്നറിയാമോ? അവർ ഇൻഡയറക്ട്ലി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവമല്ല. നമ്മൾ കേട്ടെന്തെന്നറിയാമോ? ദൈവം എൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതിലേക്കൊന്ന് പോകാൻ സമയം എൻ്റെ മുമ്പിലില്ല. ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, ദാറ്റ് തിയോളജി ഈസ് ഫ്രം ദ പിറ്റ് ഓഫ് ഹെൽ. കാര്യം എന്നറിയാമോ? എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അല്ലെങ്കിൽ അവൻ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ലോകത്തിലെ ഒരു ശക്തിക്കും അവരെ തകർക്കുവാൻ സാധ്യമല്ല. ഇവിടെ ദൈവം പറയാണ്, ദേ ആർ മൈ പീപ്പിൾ. അവരെ നശിപ്പിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല, അവരെ അപ്രൂട്ട് ചെയ്യുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയാണ്, ഇവന്റെ പേര്, ഈ 12 ഗോത്രത്തിന്റെ പേരും അവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാനാണെങ്കിൽ ഇവരുടെ ഗോത്രത്തിൻ്റെ പേര് എഴുതിത്തരില്ലായിരുന്നു. കാര്യം എന്നറിയാമോ? എല്ലാവർക്കും ഓരോ കുറവുകളുണ്ട്. രൂപേനെ നോക്കിക്കേ, അവന് കുറവുണ്ട്. ഹല്ലേലൂയ. അതിലെ ഓരോ ഗോത്രങ്ങളെ പേരുകൾ നോക്കി ഓരോരുത്തർക്കും കുറവുകളുണ്ട്. സ്വന്തം സഹോദരൻ യോസഫിനെ പൊട്ടക്കെട്ടിൽ ഇട്ട് കളഞ്ഞ് കൊന്നുകളയുവാൻ ശ്രമിച്ച ഒരു സഹോദരന്മാരാണ്. അല്ലെങ്കിൽ ഇസ്മായിൽ കച്ചവടക്കാർക്ക് വിറ്റുകൊടുത്ത സഹോദരന്മാരാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം എന്താ അവരുടെ പേര് പിർത്തിയെ യെരുശലേമിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാര്യമെന്നറിയാമോ? ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം സമയത്ത് പെട്ടെന്ന് ഓടിപ്പോവുകയാണ്. ദ സെക്കൻഡ് വൺ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ വാൾ. ഹല്ലേലൂയ. മതിലിൻ്റെ അടിസ്ഥാനങ്ങളിൽ എന്താണ് കാണുവാനായിട്ട് സാധിക്കുന്നത്? അതിൽ 12 അപ്പോസ്തലന്മാരുടെ പേരെഴുതി വെച്ചിരിക്കുന്നതായിട്ടുള്ള 12 വിലയേറിയ കല്ലുകൾ കൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ അപ്പോസ്തലന്മാരെ നോക്കിയാട്ട് ഈ 12 പേരില്ലേ, ഹല്ലേലൂയ, ആർക്കെങ്കിലും പറയത്തക്ക നന്മകൾ വല്ലതും ഉണ്ടോ? എല്ലാവരും മീൻപിടുത്തക്കാരാണ്. ഭൂരിപക്ഷം മീൻപിടുത്തക്കാരാണ്. പലരും ഹല്ലേലൂയ ഭയമുള്ളവരാണ്, അവിശ്വാസമുള്ളവരാണ്, യേശുവിനെ പോലും സംശയിച്ചവരാണ്, യേശു വെള്ളത്തിന്മേൽ വരുന്നു കണ്ടിട്ട് ഭൂതമാണെന്ന് പറഞ്ഞവരാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, തിരുവചനം പറയുകയാണ്, ഈ അടിസ്ഥാനങ്ങളിൽ ഓരോരുത്തരുടെയും പേരെഴുതി വെച്ചിരിക്കുകയാണ്. ഓരോ അപ്പോസ്തലന്മാരുടെ പേരും അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുകയാണ്. കാര്യം എന്നറിയാമോ? യേശുവിൻ്റെ നാമനിമിത്തം, യേശുവിൻ്റെ ക്രൂശ നിമിത്തം, അവൻ്റെ സുവിശേഷ നിമിത്തം രക്തസാക്ഷികളായവരാണ് യോഹന്നാൻ ഒഴികെ മക്കെല്ലാവരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യോഹന്നാനെ വെളിപ്പാട് പുസ്തകം എഴുതുവാൻ വേണ്ടി ഒരു വയോവൃദ്ധനായപ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവനെ പത്മോസിലേക്ക് അയച്ചെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ശിഷ്യന്മാരുടെ മേലുള്ള തെരഞ്ഞെടുപ്പ് ദൈവിക തെരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് അവരുടെ പേരുകൾ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഹല്ലേലൂയ, അടിസ്ഥാനത്തിൻ്റെ കല്ലുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. എന്നെയും നിങ്ങളെ പറ്റിയുള്ള ദൈവിക തെരഞ്ഞെടുപ്പ് എത്ര വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാണുവാൻ നമ്മൾ സാധിക്കുന്നത്, ഹല്ലേലൂയ, വളരെ വിലയേറിയ വജ്രങ്ങൾ കൊണ്ട്, വിലയേറിയ പ്രഷ്യസ് സ്റ്റോണുകൾ കൊണ്ടാണ് ഇതിൻ്റെ അടിസ്ഥാനങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത്, ഹല്ലേലൂയ, എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ ബോസ്റ്റ് ചെയ്യുവാനായിട്ടുള്ള ഏറ്റവും വലിയ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം, ഹല്ലേലൂയ, ബോസ്റ്റ് ചെയ്യുവാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നറിയാമോ? അന്നത്തെ ഐഫോൺ പ്രോ മാക്സ് ഒന്നും അല്ലായിരുന്നു. ഹല്ലേലൂയ, ദിസ് ഈസ്, ഹല്ലേലൂയ, മൈ ബൈബിൾ. പ്രൈസ് ദി ലോർഡ്. ഈ ബൈബിൾ എങ്ങനെയെങ്കിലും സത്യമാണെന്നൊന്ന് തെളിയിക്കണം, ഇതേ ഉള്ളത് എൻ്റെ ആഗ്രഹം. കൂട്ടുകാരുടെ നടുവിൽ അവർ മുമ്പിൽ ഈ ബൈബിളും പിടിച്ചുകൊണ്ടെന്ന് ഹല്ലേലൂയ, ഈ ബൈബിൾ സത്യമാണെന്ന് തെളിയിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ഞാൻ സിംപോസിയങ്ങൾ, സെമിനാറുകൾ ഞാൻ പഠിച്ച കോളേജിൽ നടത്തുമായിരുന്നു. ഞാൻ പ്രഗത്ഭരായ ദൈവദാസന്മാരെ ഞാൻ വിളിപ്പിച്ച്, അല്ലെങ്കിൽ സയൻസ് പഠിപ്പിച്ചവരെ ദൈവമുണ്ടെന്ന് തെളിയിക്കുവാൻ വേണ്ടി, ബൈബിൾ ശാസ്ത്രീയമായി സത്യമാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി ഞാൻ സിംപോസിയങ്ങൾ നടത്തി. ഞാൻ ഓർക്കുന്നു, ഞാൻ പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈബിള് ഒരു സയൻസ് ബുക്കല്ല, ബട്ട് ദ ബൈബിൾ ഹാസ് സയൻസ്. ബൈബിൾ ഒരു ഹിസ്റ്ററി ബുക്കല്ല, ബൈബിൾ ഹാസ് ഹിസ്റ്ററി. ബൈബിൾ ഹല്ലേലൂയ ഒരു ലോ ബുക്കല്ല, എന്നാൽ ഇത് ദിസ് ഫുൾ ഓഫ് ലോസ്. ഹല്ലേലൂയ. ലോകത്തിലെ എന്തൊക്കെ നിങ്ങൾക്ക് വേണമോ അതിൻ്റെയൊക്കെ പരിപൂർണത ബൈബിൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. എത്രമാത്രം നിങ്ങളിൽ പലരും ഈ ബൈബിളിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ദൈവം തന്നിരിക്കുന്നതിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് ഗോഡ് ഹാസ് എവർ ഗിവൻ ടു ദ മാൻകൈൻഡ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്, ഈസ് ദ റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്. ഈ വചനമാണ് എന്നെ നിങ്ങളെ നയിക്കേണ്ടത്. ഈ വചനമായിരിക്കണം എന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടത്. എത്ര വർഷം പ്രസംഗിച്ചാലും ഇതിൻ്റെ ദൂതുകൾക്ക് കുറവുകളില്ല. ഇത് ഹല്ലേലൂയ നയാഗ്ര വെള്ളച്ചാട്ടം പോലെ, ഹല്ലേലൂയ,
കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവം അടിസ്ഥാനങ്ങൾ സൃഷ്ടിച്ചപ്പോൾ, മതിലിൻ്റെ അടിസ്ഥാനങ്ങൾ, പുതിയ യെരൂശലേമിൻ്റെ അടിസ്ഥാനങ്ങൾ താൻ സൃഷ്ടിച്ചപ്പോൾ, താൻ 12 വിലയേറിയ പ്രഷ്യസ് സ്റ്റോൺ, വിലയേറിയ കല്ലുകൾ കൊണ്ടാണ്, പ്രഷ്യസ് സ്റ്റോൺ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്തിൽ അനേക പ്രഷ്യസ് സ്റ്റോണുകളുണ്ട്, വിലയേറിയ അനേകം കല്ലുകളുണ്ട്. നിങ്ങളൊരു ജുവലറി ഷോപ്പിൽ പോയാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവിടെ പോയാൽ നിങ്ങൾ കാണുവാൻ സാധിക്കും എത്ര വിലയേറിയതാണ് അവിടെ വെച്ചിരിക്കുന്ന കല്ലുകൾ. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന കല്ലുകൾ അവിടെയുണ്ട്. ലോകത്തിലുള്ള എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണമേ, ലോകത്തിലുള്ള സകല വിലയേറിയ കല്ലുകളെയും ശാസ്ത്രജ്ഞന്മാർ 2 വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ഒരു വിഭാഗം കല്ലുകളെ വിളിക്കുന്നത് ഐസോട്രോപിക്, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ വിഭാഗം കല്ലുകളെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഐസോട്രോപിക്, പ്രൈസ് ദി ലോർഡ്. 2 തരത്തിലുള്ള കല്ലുകളാണ് ഈ ഭൂമിയിലുള്ളത്. ഹല്ലേലൂയ. വിലയേറിയ കല്ലുകൾ. ഈ വാർദ്ധക്യത്തിലെത്തിയ യോഹന്നാന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലെത്തിയ യോഹന്നാന് കല്ലുകളെ പറ്റി ഹാസ് നോ ക്ലൂ. തൻ്റെ ജീവിതത്തിൽ ഒരു ഐഡിയയുമില്ല തൻ്റെ എന്താണ് ഈ കല്ലുകളെന്നാൽ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഞാൻ പറയാം. ഈ ബൈബിളിൻ്റെ ആധികാരികതയെപ്പറ്റി പറയുവാൻ വേണ്ടി ഞാൻ പറഞ്ഞ കാര്യമാണ്. അല്ലെങ്കിൽ എന്തിനാണ് പറഞ്ഞ് 2 തരത്തിലുള്ള കല്ലുകളുണ്ട്. ഇതെങ്ങനെയാണ് ഈ 2 തരത്തിലുള്ള കല്ലുകളെ നമ്മൾ വിവേചിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു കല്ലെടുക്കുക, ഈ പറഞ്ഞതിൽ ഏതൊരു കല്ലെടുക്കുക, ആ കല്ലെടുത്തിട്ട്, പ്രൈസ് ദി ലോർഡ്, പോളറൈസ്ഡ് ലൈറ്റ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മീറ്റ് കഴിയുമ്പോൾ എന്നോട് ചോദിക്കരുത്, ഡിജോബിനോട് ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്, അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം. അല്ലേ, പോളറൈസ്ഡ് ലൈറ്റ്, ക്രോസ് പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പ്യുവർ ലൈറ്റ്, ശുദ്ധമായ ലൈറ്റ്. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ലൈറ്റ് എന്തുവാ? ശുദ്ധമായ ലൈറ്റാണ്, പ്യുവർ ലൈറ്റ്. ഇവിടെ ഒത്തിരി ലൈറ്റുകളുണ്ട്, ഹല്ലേലൂയ. എന്നാൽ ഇതിനെപ്പറ്റിയല്ല പറയുന്നത്. ദൈവത്തിൻ്റെ ശരീരത്തിൽ, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള പ്യുവർ ലൈറ്റ്. ആ പ്യുവർ ലൈറ്റിനെ നമുക്കതിൻ്റെ വേറൊരു നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടാക്കുവാനായിട്ട് പറ്റും. പോളറൈസ്ഡ് ലൈറ്റ് എന്നൊക്കെ പറയും. ഹല്ലേലൂയ. എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ലൈറ്റിനെ ഒരു കല്ലിലൂടെ നിങ്ങൾ കടത്തിവിടുമ്പോൾ ആ കല്ല് കറുത്തു പോകുമെങ്കിൽ that is an isotropic. ഫ്രീസ് മനസ്സിലായോ? ഇനിയും ചില കല്ലുകളിലൂടെ ഈ ലൈറ്റ് കടത്തി വിടുമ്പോൾ ആ കല്ലുകൾ പ്രശോഭിക്കും. പല പല വർണ്ണങ്ങൾ കൊണ്ട്, പല പല മനോഹരമായ വർണ്ണങ്ങൾ കൊണ്ട് അത് പ്രശോഭിക്കും. അതിനെയാണ് ആനൈസോട്രോപിക് കല്ലുകളെന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഡയമണ്ട് ഭൂമിയിലെ വലിയൊരു വിലയേറിയ മുത്താണ് ഡയമണ്ട്. ഈ ഡയമണ്ട് ഏതാണെന്നറിയാമോ? ഐസോട്രോപ്പിക്കാണ്. റൂബി, ആരെങ്കിലും അങ്ങനെ പേരുണ്ടോ ഇവിടെ? ആരുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പേര് നല്ലതാണെങ്കിലും നിങ്ങളുടെ പ്യുവർ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഗീവ് ദാറ്റ് ബ്യൂട്ടിഫുൾ സ്പെക്ട്രം ഓഫ് ലൈറ്റ് കളേഴ്സ്. ഈ റൂബിയും ഡയമണ്ടും എവിടെയില്ല? അടിസ്ഥാനത്തിൽ എഴുതിയിട്ടില്ല. യോഹന്നാൻ ഇതുവല്ല ഐഡിയ ഉണ്ടോ? ഐസോട്രോപ്പിക് അനോട്രോപ്പിക് ഒന്നും. അവിടെ എഴുതിയിരിക്കുന്ന 12 കല്ലുകളും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. സൂര്യകാന്തം, ഹല്ലേലൂയ, നീലരത്നം, മാണിക്യം, മരതകം, നഖവർണി, ചുവപ്പ് കല്ല്, ഗോമേതകം, പുഷ്യരാഗം, വൈഡ്യൂര്യം, പത്മരാഗം, സുഗന്ധിരത്നം. ഇതിൻ്റെ പേര് പോലും പറയാൻ നമുക്ക് പ്രയാസമാണ്. ഇതെല്ലാം പരിശുദ്ധാത്മാവിൽ അല്ലെങ്കിൽ ഈ മനുഷ്യൻ എങ്ങനെ എഴുതാൻ പറ്റുന്നത്? കാര്യങ്ങൾ ഇത് സ്വതന്ത്രം പറയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിൽ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കാതെ ഈ യോഹന്നാൻ എന്തുകൊണ്ട് ഹല്ലേലൂയ ഐസോട്രോപിക് ഹല്ലേലൂയ ഒരൊറ്റ കല്ല് പോലും താൻ എഴുതി വച്ചില്ല? കാര്യമുണ്ട്. ഇത് കറക്കേണ്ട കല്ലല്ല. ദൈവതേജസ് അടിക്കുമ്പോൾ ഇത് വിളങ്ങേണ്ട കല്ല. ദൈവതേജസ് അടിക്കുമ്പോൾ ഇത് വിളങ്ങേണ്ട കല്ല. തിരുവചനം വാക്യങ്ങൾ വായിക്കാൻ നമ്മൾ സമയമില്ല. ഇവിടെ പറയുകയാണ്, അല്ല, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും അല്ലെ മഴവില്ലുകൾ കാണുവാൻ സാധിക്കും. എവിടുന്നാണ് ഈ മഴവില്ല് വരുന്നത്? പ്രൈസ്, മഴയുണ്ടായിട്ടാണോ? അല്ല. ദൈവത്തിൻ്റെ സിംഹാസന ചുറ്റും മഴവില്ല്, റെയിൻബോ കളേഴ്സ് കാണുന്നത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ ദൈവ തേജസ് ഈ കല്ലുകളിൽ അടിക്കുമ്പോൾ, ദൈവ തേജസ് ഈ അടിസ്ഥാനങ്ങൾ അടിക്കുമ്പോൾ അല്ലെ എന്ത് പറ്റും? അല്ലെ റിഫ്രാക്ഷൻ
മനുഷ്യൻ മുഖാന്തരമായിട്ട് ഹല്ലേലൂയ ഈ ലൈറ്റുകൾ അതിൻ്റെ ദശയ്ക്ക് മാറ്റം സംഭവിച്ച് വിവിധ കളറുകളായിട്ട്, വിവിധ മനോഹരമായ കളറുകളായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു റെയിൻബോ പോലെ ദൈവ തേജസ്, ദൈവത്തിൻ്റെ പ്രകാശം, ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആ വലിയ ആ ത്രോണിന് ചുറ്റും കാണുവാനായിട്ട് സാധിക്കും. ഈ റെയിൻബോ സ്വർഗത്തിൽ നിൽക്കുമ്പോൾ ഭൂമിയിൽ കുറേ വിവരമില്ലാത്ത പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് ഹല്ലേലൂയ ഇൻക്ലൂഷൻ, ഹല്ലേലൂയ അക്കോമഡേഷൻ, പല പല നൈസ് വേർഡുകൾ ഉപയോഗിച്ച് ദൈവ സൃഷ്ടിയെ കോട്ടിമാറ്റി കളയുന്നൊരു സമൂഹത്തിന് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, സ്വർഗത്തിൽ സപ്തവർണ്ണങ്ങൾ, ഹല്ലേലൂയ പരിപൂർണ വർണ്ണങ്ങൾ സ്വർഗത്തിൽ ഹല്ലേലൂയ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ഇനി ഒത്തിരി കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ സമയം പോലെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ സ്വർഗത്തിൽ നടക്കേണ്ട വേറൊരു വിഷയം, ഹല്ലേലൂയ അതിനെപ്പറ്റി സംസാരിച്ചതിന് ശേഷം ഞാൻ ദൈവസ്ഥയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ സ്വർഗത്തിൽ നടക്കുന്ന വേറൊരു വിഷയമുണ്ട്. വി ആർ ഓൾ ഗോയിങ് ടു സ്റ്റാൻഡ് അറ്റ് ദ ബീമാ സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം അതാ. ഇൻട്രഡക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. സമയം കഴിഞ്ഞു. പ്രൈസ് ലോർഡ്. ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ളവരെല്ലാവരും എന്ത് ചെയ്യുന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കേണ്ടി വരും. പലതരത്തിലുള്ള ന്യായാസനങ്ങളുണ്ട്. ഹല്ലേലൂയ. ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻ്റ് ഉണ്ട്. അവസാനം നടക്കുന്നതായിട്ടുള്ള വെള്ള സിംഹാസനത്തിൻ്റെ ഒരു ന്യായവിധിയുണ്ട്. അന്ന് നമ്മളാരും പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാര്യം നമ്മൾ കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവരായുണ്ട്. വി ആർ ഗോയിങ് ടു സ്റ്റാൻഡ് അറ്റ് ദ ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നമ്മൾ യേശുവിൻ്റെ ഹല്ലേലൂയ ബീമാ സീറ്റ് എന്നാണ് പറയുന്നത്. ബീമാ സീറ്റ് അഥവാ ദ ജഡ്ജ്മെൻറ്റ് ത്രോൺ ഓഫ് ക്രൈസ്റ്റ്, ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അത് നമ്മൾ ചെല്ലുന്നതിന് മുമ്പായിട്ട് നമ്മൾ വേറെ പല ജഡ്ജ്മെൻറ്റും കടന്നു പോകും. ആരും ജഡ്ജ്മെൻറ്റ് പേടിക്കണ്ട. ഈ കർത്താവിൻ്റെ പ്രൈസ് ദി ലോർഡ് ജഡ്ജ്മെൻറ്റ് സീറ്റ് നമ്മളെ പേടിപ്പിക്കാനുള്ളതല്ല, നമ്മളെ എൻകറേജ് ചെയ്യാനുള്ളതാണ്. ഒരു സന്തോഷമുണ്ട്. എന്നാൽ ഹല്ലേലൂയ ഒരു മനുഷ്യൻ യേശുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മൾ പോയി നിൽക്കുന്നതിന് മുമ്പായിട്ട് വി വിൽ ഗോ ത്രൂ എ നമ്പർ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഹല്ലേലൂയ. അതിൽ ഒന്നാമത്തെ ജഡ്ജ്മെൻ്റ് ആണ് ഹല്ലേലൂയ ദ ജഡ്ജ്മെൻറ്റ് ഓഫ് അവർ സിൻസ്. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിൻ്റെ ന്യായവിധി. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ അതിലൂടെ കടന്നു പോകേണ്ട ആവശ്യമില്ല. കാര്യം എന്നറിയാമോ? കാൽവറി കൊലക്കളത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ എൻ്റെ പിതാവേ നീ എന്നെ കൈവിട്ടതെന്തെന്നുള്ള ശബ്ദിക്കുമ്പോൾ ആ ദൈവിക ന്യായവിധി യേശു ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ രഹസ്യമായിട്ട്. ഇന്ന് നിങ്ങൾ ഈ ലോകം വിട്ട് കടന്നുപോയാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട് നടുവിൽ? കൈവെക്കണ്ട. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഡോണ്ട് ബി അഷെയിംഡ് അബൌട്ട് ഇറ്റ്. പ്രൈസ് ദി ലോർഡ്. ബിക്കോസ് ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഹല്ലേലൂയ. ഐ ക്യാൻ ഹെൽപ്പ് യു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലരെയും കർത്താവിലേക്ക് നയിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ യു എവർ മേക്ക്. ഹല്ലേലൂയ. ലോകത്തിൽ ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്ന്, ഏത് ബിസിനസ് ആരംഭിക്കണമെന്ന്, ആരെ വിവാഹം കഴിക്കണമെന്ന്, എവിടെ താമസിക്കണമെന്ന്, ഏത് രാജ്യത്തിൻ്റെ സിറ്റിസൺ ആകണമെന്ന്, ദിസ് ഈസ് ഓൾ സെക്കൻഡറി when it compares to the eternity. സ്വർഗത്തിൽ പോകുവാൻ ഹല്ലേലൂയ ഉറപ്പില്ലെങ്കിൽ, ആ ഒരു ഉറപ്പില്ലെങ്കിൽ പലപ്പോഴും ജില്ലിജോ പറഞ്ഞ ചിന്തിച്ച് ഞാൻ ഹല്ലേലൂയ പലരും ചർച്ചയിൽ പോകാത്തൊരു കാര്യം എന്നറിയാം. ദേ ഡോണ്ട് ഫീൽ ലൈക്ക് ദേ ഫിറ്റ് ഇൻ ടു ദാറ്റ് കോൺഗ്രിഗേഷൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ജഡ്ജ് ചെയ്യുന്നവരാണോ? പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പല ആൾക്കാർ ചിന്തിക്കും. ഞാൻ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, സ്നേഹത്തോടെ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് കോൺഫിഡൻസ്, പ്രൈസ് ദി ലോർഡ്, കർത്താവ് ഹല്ലേലൂയ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പില്ലെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ എത്ര നാൾ നമ്മൾ ബൈബിൾ പ്രസംഗം കേൾക്കുന്നു എന്നുള്ളതല്ല വിഷയം, ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതല്ല വിഷയം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയത്തൊക്കെ പോകുമ്പം ബാങ്ക് മോഷ്ടിക്കാൻ പോകുന്നില്ല, നമ്മളാരും കളിപ്പിക്കാൻ പോകുന്നില്ല, നമ്മൾ നല്ല കുഞ്ഞായിട്ടങ്ങ് ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ വിചാരം നമ്മൾ ഓട്ടോമാറ്റിക്കലി വി വിൽ ഗോ ടു ഹെവൻ. ബട്ട് ദെയർ ആർ സ്റ്റെപ്സ്. ഹല്ലേലൂയ. ഇപ്പം പ്രിയ സഹോദരങ്ങൾ അവർക്ക് പരിചയമുണ്ട് തമ്മിൽ ഫോണൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എന്ന് പറഞ്ഞൊരു ഭാര്യ ഭർത്താക്കന്മാരാണോ? അല്ല. ദ ഡേ ഈസ് കമ്മിങ്
ഏതാണ് ഓഗസ്റ്റ് ദിവസം മാസം ഇത്രാം തീയതി ഹല്ലേലൂയ ആ പാസ്റ്റർമാർ അതാ ഹല്ലേലൂയ കൈകൾ കോർത്ത് പിടിച്ചൊരു ഉഭയസമ്പന്നം ചെയ്യുമ്പോൾ ഹല്ലേലൂയ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ പാസ്റ്റർ വിൽ ഡിക്ലെയർ, ഇന്ന് മുതൽ ഇവരെ ഞാൻ ഭാര്യ ഭർത്തക്കന്മാരായി ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൈകൊട്ടും. പ്രൈസ് ദി ലോർഡ്. അണ്ടിൽ ദാറ്റ് ഡേ ദേ ആർ നോട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇതുപോലെയാണ് ദൈവരാജ്യത്തിലും. ഹല്ലേലൂയ. പാട്ട് പാടിയത് കൊണ്ടോ, ആരാധിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ, ഇവൻ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ടോ, ഹല്ലേലൂയ. പണ്ടൊരു അപ്പച്ചൻ സ്നാനപ്പെട്ട പോലെ പലരും സ്നാനപ്പെടുന്നേ. ഹല്ലേലൂയ. ഒരപ്പച്ചൻ സ്നാനപ്പെടുന്നില്ല എന്നിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. മക്കളെല്ലാം പറഞ്ഞു അങ്ങനെ പപ്പ പറ്റത്തില്ല, സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. ഹല്ലേലൂയ. അപ്പച്ചനെ എത്ര നാളിനി ലോകത്തിൽ കാണും, അവിടെ സ്നാനപ്പെടണം. ഹല്ലേലൂയ. ഞങ്ങളെല്ലാം ഗൾഫിലാണ്, ഗൾഫിൽ അവധിക്ക് നാട്ടിൽ പോയി അപ്പച്ചനെ പിടിച്ച് സ്നാനപ്പെടുത്തി. ഹല്ലേലൂയ. എല്ലാവരും അപ്പച്ചൻ സ്നാനക്കുളത്തിൽ നിന്ന് കയറിയപ്പോൾ എല്ലാവരും സ്വോത്രം ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു. അപ്പച്ചൻ പറയാ, നിൻ്റെയൊക്കെ സോക്കേട് കഴിഞ്ഞല്ലോടാ എന്നെ സ്നാനപ്പെടുത്തിയപ്പം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുപോലാണ് പലരും സ്നാനപ്പെടുന്നത് പോലും. വാസ്തവത്തിൽ അവർക്ക് ജീവിതത്തിൽ ഒരു രൂപാന്തരമോ യേശുവിനെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാടോ ഇല്ലാതെ സ്നാനപ്പെട്ടിട്ട് കൈപൊക്കിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചർച്ചിൻ്റെ മെമ്പർ ആയതുകൊണ്ട് ഹല്ലേലൂയ യു ആർ നോട്ട് ഗോയിങ് ടു സീ ഹെവൻ. യേശുമായി ഒരു ഉഭയസമ്പന്നം ചെയ്യണം, ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യണം യേശുവുമായിട്ട്. ഹല്ലേലൂയ. നീ എൻ്റെ കർത്താവ്, ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. വിശ്വസിക്കുകയും ഹല്ലേലൂയ വാ കൊണ്ട് ഏറ്റുപറയണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ്റെ പാതകൾ പിന്തുടരുവാൻ നീ സമർപ്പിക്കുമ്പോഴാണ് നീ രക്ഷിക്കപ്പെട്ടവരായി മാറുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിശാചിന് നീ ഒരു സമ്പന്നനാകുന്നതിനകത്തൊരു വിഷമവുമില്ല. പിശാചിന് നിനക്ക് കുറച്ച് ഭൗതികം നമ്മൾ ലഭിക്കുന്ന വിഷമമില്ല. ഹല്ലേലൂയ. എന്നാൽ ഒറ്റ കാര്യത്തിലുള്ള പ്രയാസമുള്ളത്, അവൻ്റെ കമ്പനിയിൽ നിന്ന് ഒരുത്തൻ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പോകാനിരിക്കുന്ന സ്ഥലം നമുക്കറിയാം. അവിടെ ഒരുത്തനെ കൂടെ കൊണ്ടുപോകാനാണ് അവൻ്റെ പ്ലാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, നാളുകളായി നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു, നാളുകളായി നമ്മൾ ദൈവവേല ചെയ്യുന്നു. ഇതൊന്നും വിഷയമല്ല. ആർ യു ബീൻ ബോൺ അഗൈൻ? ഹാവ് യു ബീൻ ബോൺ അഗൈൻ? നീ രക്ഷിക്കപ്പെട്ടവനാണോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ രഹസ്യമായി ഹല്ലേലൂയ നീ മറുപടി നൽകിയേ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, പലരും ഈ സുവിശേഷം കേൾക്കാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, സുവിശേഷം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഫസ്റ്റ് ജഡ്ജ്മെന്റ് ഈസ് എ ജഡ്ജ്മെന്റ് ഓഫ് സിൻ. ഹല്ലേലൂയ. നമ്മൾ ആ ജഡ്ജ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. അത് കർത്താവ് കാൽവരി ക്രൂസിൽ ഏറ്റെടുത്ത്. എത്ര സന്തോഷമുണ്ട്. ഹല്ലേലൂയ. എബ്രായലേഖനം 9:28 നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമന്നു. ആ ജഡ്ജ്മെന്റ് കർത്താവ് തന്നെ ഏറ്റെടുത്തു. അയ്യോ, ആർക്കൊരു സന്തോഷമില്ല അത് കേട്ടിട്ട്. ഹല്ലേലൂയ. എൻ്റെ മോർഗേജ് പെയ്ഡ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തുള്ളിച്ചാടിയനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഞാൻ കൊടുക്കേണ്ട വലിയ വില, പ്രൈസ് ദി ലോർഡ്, ഞാൻ കൊടുക്കേണ്ട ഒരു മനുഷ്യനും കൊടുക്കുവാൻ തീരാത്ത ആ വലിയ വില സ്വർഗത്തിൽ എൻ്റെ കർത്താവ് തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് നമുക്ക് വേണ്ടി പേ ചെയ്തേ. ഹല്ലേലൂയ. മക്ഡോണൽസ് മേടിച്ച് തരുമ്പോൾ, ഒരാൾ മേടിച്ച് തരുമ്പോൾ അവളെ സന്തോഷം പോലും നമുക്കെന്താ ഇല്ലാത്ത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സ്വർഗത്തിലൊന്ന് പോയി നോക്കിക്കേട്ടെ, അവിടെ ചെല്ലുമ്പോഴേ ഇതിൻ്റെ വില അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അവൻ കൊടുത്ത വില. ഹല്ലേലൂയ. ആ സ്വർഗത്തിൽ നമ്മൾ മനസ്സിലാക്കരുത് കുഞ്ഞുങ്ങളെയൊന്നും അല്ല ഇത്. ഹല്ലേലൂയ. ദിസ് ഇസ് നോട്ട് എ ഫെയറി ടെയിൽ. ഹല്ലേലൂയ. അമ്മൂമ്മ കഥയൊന്നും അല്ല ഇത്. ഹല്ലേലൂയ. ദിസ് ആർ ദ ട്രൂത്ത്. ഹല്ലേലൂയ. നിങ്ങളുടെ മരിച്ചിട്ട്, ഞാൻ മരിച്ചിട്ട് നമ്മുടെ ആത്മാവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആത്മാക്കൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, ഇന്നലെ രാജുമേത്ര ദിവാസന പറഞ്ഞു തോന്നുന്നു. ഹല്ലേലൂയ. ഒരു സഹോദരി മരിച്ച് തൻ്റെ ആത്മാവ് കടന്നു പോയ കാര്യം നിങ്ങൾ കേട്ട് കാണും, ചിന്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, നമ്മുടെ ആത്മാവ് ഇങ്ങനെ പോകുമ്പോൾ അവിടെ സ്വർഗത്തിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് ഒരു കവാടമുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നീ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് കയറ്റിവിടേണ്ടത്? ഒറ്റ കാരണമേ ഉള്ളൂ, യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. ഇതിൻ്റെ വില അന്നേ നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. He paid the price. അവൻ വില കൊടുത്തു. ഹല്ലേലൂയ. ദ സെക്കൻഡ് ജഡ്ജ്മെന്റ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ബീമാ സ്വിഫ്റ്റ് ക്രൈസ്റ്റിനെ പറ്റി സംസാരിക്കാൻ സമയമില്ല. എന്നാൽ സെക്കൻഡ് ജഡ്ജ്മെന്റ് ഈസ് എ സെൽഫ് ജഡ്ജ്മെന്റ്. ആദ്യത്തെ ജഡ്ജ്മെന്റ്, ദ ഫസ്റ്റ് ജഡ്ജ്മെന്റ് ഈസ് എ ജഡ്ജ്മെന്റ് ഓഫ് അവർ സിൻ, ദ ജഡ്ജ്മെന്റ് ഓഫ് അവർ ഇനിക്വിറ്റി, ദ ജഡ്ജ്മെന്റ് ഓഫ് അവർ ക്രൈം. നമ്മൾ ക്രിമിനൽസ് എന്നാണ് ദൈവം സ്വർഗം പറയുന്നത്. കാര്യം നമ്മൾ ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്ന് മാറ്റപ്പെട്ടവരാണ്. അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി യേശു വില കൊടുത്തു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇനി ആരും ആ ജഡ്ജ്മെന്റ് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് ഓൾറെഡി ആ ജഡ്ജ്മെന്റ് ഏറ്റെടുത്തു
എടുത്തു കഴിഞ്ഞു. തൻ്റെ ശരീരത്തിൽ, അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിൽ പഞ്ചമുറിവുകളിലൂടെ, തൻ്റെ ശരീരത്തിന് പുഴവുചാല് പോലെ കീറിയതിലൂടെ അവൻ ആ ജഡ്ജ്മെൻ്റ് ഏറ്റെടുത്തു. ദൈവം തല്ല സകല ശിക്ഷകളും അവൻ്റെ മേലാക്കി. അവനോട് കരുണ തോന്നിയില്ല. അല്ലെങ്കിൽ അവനെ കണ്ടാൽ മനുഷ്യനല്ലെന്ന് തോന്നുമാറ് അവൻ്റെ മുഖം, അവൻ്റെ ശരീരം വിരൂപമായി മാറി. He took that judgment. The second judgment is a self-judgment. The first judgment is a judgment on the cross, right? The second judgment is a self-judgment. Hallelujah. നമ്മൾ എല്ലാ പ്രാവശ്യം കർത്തൃമേശ എടുക്കുമ്പോൾ നമ്മൾ വായിക്കാറുണ്ട്. എന്താണ്? 1 കൊരിന്ത്യർ 11:28 മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. ഞാനും നിങ്ങളും, ഇൻക്ലൂഡിങ് മൈസെൽഫ്, അത് നമ്മളെല്ലാവരും എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യണം. ഹല്ലേലൂയ. ടു മേക്ക് ഷുവർ, ഹല്ലേലൂയ, വ്യസനത്തിലുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗ്ഗത്തിന് നടത്താൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബട്ട് എവറി ഡേ വി നീഡ് ടു ജഡ്ജ് അവർസെൽഫ്. ഞാൻ പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് ടൈം കൊടുക്കേണ്ട ആർക്കാണെന്നറിയാമോ? നമുക്ക് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വി നീഡ് ടു ജഡ്ജ്. കാരണം നമ്മുടെ ശരീരത്തിന് ആത്മീയ കാര്യങ്ങൾ ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സിന് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഇഷ്ടമല്ല. ഹല്ലേലൂയ. നമുക്ക് ഡിസിപ്ലിൻ നമ്മുടെ ശരീരത്തിന് ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വി നീഡ് ടു ജഡ്ജ് അവർസെൽഫ്. ഞാൻ ജഡ്ജ് ചെയ്യണം. ഹല്ലേലൂയ. എൻ്റെ നടപ്പെങ്ങനെയുണ്ട് ദൈവസന്നിധിയിൽ? ഹല്ലേലൂയ. എൻ്റെ നടപ്പെങ്ങനെയാണ് എന്ന് ഞാൻ ജഡ്ജ് ചെയ്യണം. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. ബൈബിൾ നെവർ, hallelujah, recommends to judge your neighbor, your co-brother, hallelujah, your sister, your, hallelujah, a fellow believer. hallelujah. ബൈബിൾ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ആരെ ജഡ്ജ് ചെയ്യണമെന്ന്. നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ. ഞാൻ ജഡ്ജ് ചെയ്യേണ്ടത് എന്നെ തന്നെയാണ്. ഞാൻ എന്നെ തന്നെ ജഡ്ജ് ചെയ്താൽ, തിരുവചനം പറയാണ്, ഞാൻ വിധിക്കപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി the third judgment is a disciplinary judgment. Hallelujah. The first judgment is the judgment of sin that Jesus took on the cross. The second judgment is a self-judgment that you and me, we have to do every day. Hallelujah. Before you go to bed. Hallelujah. Hallelujah. Before, hallelujah, you pray. Before you take the communion. Before you go to the worship. Hallelujah. Before you do anything. Hallelujah. You need to judge yourself. Hallelujah. ഞാൻ എൻ്റെ ഭാര്യയല്ല ജഡ്ജ് ചെയ്യേണ്ടത്, കുഞ്ഞുങ്ങളല്ല ജഡ്ജ് ചെയ്യേണ്ടത്. I need to judge myself. Hallelujah. കർത്താവ് എൻ്റെ നടപ്പ് എങ്ങനെ ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നു? So then I need to correct that. Praise the Lord. The third judgment is a disciplinary judgment. ഹല്ലേലൂയ. ദൈവം നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. എന്നാൽ നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവം ചിലപ്പോൾ ഹാർഡ്ഷിപ്പിലൂടെ നമ്മളെ കടത്തിവിടും. ഹല്ലേലൂയ. അതെന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മൾ അറിയുന്നില്ല. നമ്മൾ ആരെയും വിധിക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. സംടൈംസ് ഗോഡ് വിൽ allow us to go through some difficulties, some kind of trials to purify us. ഹല്ലേലൂയ. അങ്ങനെ പോയിട്ടുള്ളവർക്കൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ പറ്റൂ. I've been to many times. Praise the Lord. Hallelujah. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകത്തില്ല. ദാറ്റ് ഈസ് എ ജഡ്ജ്മെൻറ്റ്. വൈ? ബിക്കോസ് യു നീഡ് ടു ടേൺ ടു ഗാഡ്. നമ്മളെ വെറുക്കുന്നത് കൊണ്ടല്ല, നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ ചില സിക്നസ് നമ്മുടെ ശരീരത്തിൽ വരും. എന്തിനാണെന്നറിയാമോ? നോട്ട് എവറി സിക്നസ്. ഓക്കെ, മഴ നനഞ്ഞിട്ട് പനി പിടിച്ച ദൈവത്തിൻ്റെ ശിക്ഷാവധിയൊന്നുമല്ല, നമ്മുടെ മിസ്റ്റേക്കും ഉണ്ടാകും. പ്രൈസ് കാണുന്നതെല്ലാം വരച്ച് വലി കഴിച്ചിട്ട് ഷുഗർ പിടിച്ചിട്ട് പിന്നെ അത് ദൈവത്തിന് ശിക്ഷാവധി, നമ്മുടെ മണ്ടത്തരം കൊണ്ടാണ്. പ്രൈസ് പല കാര്യങ്ങളും നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് സംഭവിക്കുന്നത്. അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. ബട്ട് അറ്റ് സർട്ടൻ ടൈംസ് വി മൈറ്റ് ഗോ ത്രൂ സം ഡിഫിക്കൽട്ടീസ്. ഹല്ലേലൂയ. നമ്മളെ ദൈവം ഹല്ലേലൂയ നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല. ഒരു പിതാവ് ബാലശിക്ഷ നൽകി ഒരു മകനെ എങ്ങനെ ശിക്ഷിക്കുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് നോക്കിയാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ നമ്മളെ അടിച്ചതൊക്കെ, ഹല്ലേലൂയ, നിങ്ങളെ ആരും അടിച്ചിട്ടില്ല, എനിക്കറിയാം, നല്ല പിള്ളേരാണ്. ഞാൻ അങ്ങനെയല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീട്ടിലെ ഓലമടലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈർക്കിലിയും ചൂലും എനിയും വേണ്ട എന്തൊക്കെയാണ് അതൊക്കെ ഇട്ട് നമ്മളെ അടിച്ചിട്ട്. എന്താണെന്നറിയാമോ? ബിക്കോസ് ദേ ലവ് മീ. ഇപ്പം ഞാനത് ഓർക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കുന്നു. അന്ന് അവരെന്നെ ശിക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഞാൻ കാണില്ലായിരുന്നൊരു പക്ഷെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്നറിയാമോ? കർത്താവ് ഇതുപോലാണ്.
ഇവിടെ പിന്നെ അങ്ങനെ പറ്റത്തില്ല, പിന്നെ അവിടെ 911 പിള്ളേർ വിളിക്കും. അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ ആ വഴിക്ക് പോകാറില്ല. കണ്ണൂരിട്ടൊക്കെ ഒന്ന് കാണിക്കുമെങ്കിലും അതും ഇമോഷണൽ മിസ്യൂസ് അബ്യൂസ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണമെങ്കിൽ കംപ്ലയിൻ്റ് എടുക്കാം. പിള്ളേർക്ക് നമ്മളൊക്കെ കൂടുതൽ പവറുണ്ട്. അതൊക്കെ മനസ്സിലായി. നിങ്ങൾക്കാർക്കും ഇപ്പം പിള്ളേരിൽ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. പ്രൈസ് PR ഒക്കെ കിട്ടുന്ന പ്രാർത്ഥിക്കുന്നുണ്ട്. PR കഴിയുമ്പോൾ കല്യാണമാവും, പിന്നെ പിള്ളേരാവും, പിന്നെ അന്നേരം അവർ ഓരോരോ സർക്കസുകൾ കാണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാകും. പ്രൈസ് ലോ ഹല്ലേലൂയ. എൻ്റെ നാട്ടിലെ വടിയൊന്നും ഇവിടെ പ്രയോജനമൊന്നുമില്ല. അവരെ സ്നേഹത്തിലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് ഫ്രം എക്സ്പീരിയൻസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. വടി കൊണ്ട് നിങ്ങൾ പിള്ളേരെ നോക്കി ശരിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ, പിന്നെ ചിലപ്പോൾ 1, 2, 3 എന്നൊക്കെ നമ്മൾ എണ്ണത്തില്ലേ എവിടെ കിടന്ന് അങ്ങനെയൊക്കെ എണ്ണേണ്ടി വരും. അതുകൊണ്ട് പ്രൈസുള്ള ബുദ്ധിപൂർവ്വം ഹല്ലേലൂയ. ക്യാൻ ഐ ഹെൽപ്പ് യു സൺ? ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടുത്തെ പോലീസുകാരാണ് നമ്മൾ പിടിച്ച്, നാട്ടിലെ പോലീസുകാരാണ് നമ്മൾ 2 ഇടി തന്നിട്ട് എന്തിനാ കുറ്റം ചെയ്യുന്നത് പറയത്തുള്ളൂ അല്ലേ? എന്ത് കുറ്റം ആദ്യം 2 ഇടി തരുമോ? അത് പറഞ്ഞത് ഇവിടുത്തെ എങ്ങനെയാണോ? ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു ഡൂയിങ്, ഹൗ ഈസ് യുവർ ഡേ ഗോയിങ്, യു മേഡ് എ മിസ്റ്റേക്ക്. What? You didn't stop on the stop sign, so here's a ticket. You can agree with the ticket or you can disagree with the ticket. That's up to you. You can go to court. They have 3 options here. One is to ആർക്കും ടിക്കറ്റ് കിട്ടില്ല, ആർക്കും തരും. എനിക്ക് 2 കിട്ടിയിട്ടുണ്ടാണ് പറഞ്ഞത്. അല്ല, ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ടു പ്ലീഡ് ദ ഗിൽറ്റീസ്. അങ്ങനെയാണ് പലതുണ്ട്. പ്രൈസലോ. ഞാൻ പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാ, ആരെയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം ചെയ്യുന്നത് അങ്ങനെയല്ല. ഹല്ലേലൂയ. ദൈവം നേരെ വന്ന് ദൈവം പറയും, അല്ലെ മോൻ്റെ നിൻ്റെ പോക്ക് ശരിയല്ല, പ്രൈസലോ, അതുകൊണ്ട് ഞാനൊക്കെ ഇത് തൽക്കാലം ഇത് തരുന്നില്ല, നീ കുറച്ചുകൂടെ ഒന്ന് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ഭയങ്കര 21 days ഒക്കെ അങ്ങ് ഭയങ്കര ഉപവാസമാണ്. പക്ഷെങ്കിൽ ക്രമീകരിക്കേണ്ട ചില കാര്യങ്ങൾ വരെ മാറ്റിവെച്ചില്ല. പ്രൈസലോ. അപ്പോൾ ബിഫോർ വി ഡു സംതിങ്, ഞാൻ പറഞ്ഞതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിലും ചെയ്യുന്നതാണ്, അവൻ്റെ സ്നേഹത്തിൽ നിന്ന് ചെയ്യുന്നതായിട്ടുള്ള ശിക്ഷകളാണ്. ബൈബിൾ പറയാണ്, there is a third judgment which is a disciplinary judgment, not to kill you but to rescue you from coming danger. Praise the Lord. The fourth judgment is a bema seat of Christ. നമ്മളെല്ലാവരും ഒരു ദിവസം, including myself, we will stand at the judgment throne of God. ഞാൻ പറഞ്ഞല്ലോ, this is not the white throne judgment. ഹല്ലേലൂയ. അത് വലിയ ജഡ്ജ്മെൻറ്റ് കടന്നു വരാൻ പോകും. സകല ജനത്തെയും ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. സകല സൃഷ്ടികളെ ന്യായം വിധിക്കുന്ന ദിവസമുണ്ട്. അതിൽ വെള്ള സിംഹാസനത്തിൻ്റെ ന്യായവിധി. But this is just made for us. Praise the Lord. Here we see the judgment seat of Christ. അല്ലേ, അതിൽ ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതുമ്പോൾ, പ്രൈസ് നമുക്ക് വാക്യം പെട്ടെന്ന് വായിക്കാൻ, നിങ്ങളുടെ സമയമില്ലാത്തവർ ഞാൻ തന്നെ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നു. 2 കൊരിന്ത്യർ 5:10. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ, ഇപ്പോൾ നമ്മളായിരിക്കുന്നത്, അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. പൗലോസ് കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ, സഭയ്ക്ക് എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, everyone we will, the believers, ഹല്ലേലൂയ, മറ്റു പുറത്തുള്ളവരല്ല, ഹല്ലേലൂയ, പുറത്തുള്ളവരുടെ കാര്യമല്ല ഈ പറഞ്ഞത്, we all, the believers, the blood bought, hallelujah, saints, we will stand at the judgment seat of Christ. പേടിക്കണ്ട. ഇതെന്തിനാണ് നമ്മളിവിടെ നിർത്തിയേക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, God is going to reward you. ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി നിങ്ങൾ ചെയ്തതിനെ നിങ്ങളെ സമ്മാനം തരാൻ വേണ്ടിയുള്ള സമ്മാനദാന ചടങ്ങാണ് ദ ബീമാ സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. നമ്മളതിൻ്റെ അല്പം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒളിമ്പിക്സ് ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് ഹല്ലേലൂയ ഗ്രീക്കുകാരുടെ ഇടയിൽ അവരുടെ ഗെയിംസുകളുണ്ടായിരുന്നു, നമുക്കറിയാം. ഹല്ലേലൂയ, എൻ്റെ പേരാണ് ഞാൻ മറന്നുപോയി. ഹല്ലേലൂയ, എസ്മിയൻ ഗെയിംസ് എന്ന് പറയും. ഹല്ലേലൂയ, ഐ തിങ്ക് ഐ ആം കറക്റ്റ്. ഹല്ലേലൂയ, അങ്ങനത്തെ ഒരു ഒളിമ്പിക്സ് പോലെ തന്നെ, എന്താ, ഓട്ടവും ചാട്ടവും കുന്തമേറും, ഹല്ലേലൂയ, കുതിരപ്പടയും എല്ലാം ഉള്ള ഗെയിംസ് ഉണ്ടായിരുന്ന വലിയ ഒരു ഒളിമ്പിക്സിന് തുല്യമായിട്ടുള്ള ഒരു ഗെയിംസ് അവരുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ, ഈ ഗെയിംസ് എല്ലാം കഴിഞ്ഞിട്ട് പലർക്കും പല സമ്മാനങ്ങൾ നേടി. പലർക്ക് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, പല സമ്മാനങ്ങൾ നേടിയവരുണ്ട്. തങ്ങളുടെ പ്രാപ്തിക്കും തങ്ങളുടെ കഴിവുകൾക്കും അനുസരിതമായിട്ട് സമ്മാനങ്ങൾ നേടിയവരുണ്ട്. അവരെ ആദരിക്കുവാൻ വേണ്ടി റോമൻ ആംഫി തിയേറ്ററുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ, ഇങ്ങനെ റൗണ്ട് സെമി സർക്കിൾ ഷേപ്പിലുള്ളതായിട്ടുള്ള തിയേറ്ററുകൾ. അതിൻ്റെ തിയേറ്ററിൻ്റെ സ്റ്റേജിൽ ഒരു സീറ്റുണ്ട്, ഒരു റേസ്ഡ് സീറ്റുണ്ട്. പ്രൈസല്ലോ, ഇതുപോലത്തെ ഇത് കാണാൻ എനിക്കതാ ചിലപ്പോൾ ഓർമ്മ വരുന്നത്. പ്രൈസല്ലോ, ഹല്ലേലൂയ, സിംഹാസനം. ഇവിടെ നിന്ന് ഇരിക്കാനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. പ്രൈസല്ലോ, പാസ്റ്റർമാർ പലപ്പോഴും ഇവിടെ വന്നിരിക്കാൻ പറയും, ഞാൻ പറയും അവിടെ ഇരുന്നോളാം പ്ലീസ്. പ്രൈസല്ലോ, ഞാൻ പറഞ്ഞ ഇതുമൊക്കെയുള്ള വലിയ ഒരു റേസ്ഡ് സീറ്റ്, പ്രൈസല്ലോ,
അവിടെ ഒരു മനുഷ്യൻ ഇരിക്കും. അവിടെ ഒരു മനുഷ്യൻ നിന്നിട്ട് ഓരോരുത്തർക്കും ഓരോ കിരീടങ്ങൾ, വാടുന്ന കിരീടം, ഒലിവിൻ്റെ മഹൽ ട്രീയുടെ ഇലകൾ തുന്നിച്ചേർത്തിട്ടുള്ള കിരീടങ്ങൾ അവർ സമ്മാനിക്കും. പല പല സമ്മാനങ്ങൾ കൊടുക്കും. ഒന്നാം ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, ഓരോ രീതിയിലുള്ള സമ്മാനങ്ങൾ നൽകുന്ന ഒരു കാഴ്ച പൗലോസ് കണ്ടിട്ട് പറയുകയാണ്, the day is coming, hallelujah, you are going to face similar to this one, that is a judgment seat of Christ. യേശു തൻ്റെ സിംഹാസനത്തിലിരുന്ന് തൻ്റെ സഭയാം കാന്തയിൽ ഓരോ വ്യക്തികളെയും വിളിച്ച് തങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്ന ദിവസമുണ്ട്. അന്ന് വിഷമിക്കേണ്ട ദിവസമല്ല, പ്രൈസ് ദി ലോർഡ്. അന്ന് ദുഃഖിക്കേണ്ട ദിവസമല്ല, നിന്നെ ശിക്ഷാവിധിക്ക് വിടുന്ന ദിവസമല്ല, നിന്നെ നരകത്തിൽ വിടുന്ന ദിവസമല്ല. ആ നരകത്തിൽ വിടേണ്ട ന്യായവിധി യേശു ക്രൂസിൽ ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. നിന്നെ മാനിക്കാനുള്ള സമയമാണ്, നിന്നെ മാനിക്കുന്നതിനെ ഉയർത്തുവാനുള്ള സമയമാണ്. നീ ഓടിയതും അധ്വാനിച്ചതും ദൈവത്തിന് വേണ്ടി ചെയ്തതും ദൈവത്തിന് വേണ്ടി കൊടുത്തതും എല്ലാം കണ്ട് നിന്റെ വിശ്വാസത്തിന് വേണ്ടി ഹല്ലേലൂയ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു ഓട്ടം തികച്ചു വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി അവൻ തരാൻ പോകുകയാണ്. എനിക്ക് മാത്രമല്ല, അവൻ്റെ വരവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന സകലർക്കും നൽകാൻ പോകുകയാണ്. ദാറ്റ് ഈസ് എ ബീമാ സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അത്രയ്ക്ക് സന്തോഷമുണ്ടെന്ന് പകൽക്കാലം. ഹല്ലേലൂയ. നീ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ, ഞാൻ എത്ര നാളെ കർത്താവിനെ സേവിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, എനിക്കെന്താ ഒന്നുമില്ലേ, പ്രൈസ് ദി ലോർഡ്, അതിന് എത്ര നാളെ പാട്ട് പാടുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എത്ര നാൾ ദൈവത്തിന് വേണ്ടി കൊടുത്തു. പലരും നിന്നോട് നന്ദി പോലും പറഞ്ഞിട്ടില്ല. നീ ചെയ്ത ഉപകാരത്തിന് പലരും ഒരു താങ്ക് യു പോലും പറഞ്ഞിട്ടില്ല, പ്രൈസ് ദി ലോർഡ്, നിന്നെ ഒന്ന് അക്നോളജ് ചെയ്തിട്ടില്ല, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പൈതലേ, നിന്നെ ആ രഹസ്യമായി നീ ചെയ്തതിനെ പരസ്യമായി നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ദാറ്റ് ഈസ് ദ ബീം ഓഫ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. എന്തിനാ ഇതൊക്കെ പറയുന്നറിയാമോ? ഹല്ലേലൂയ. എന്തിനാ ഇതൊക്കെ പ്രസംഗിക്കുന്നറിയാമോ? ഹല്ലേലൂയ. ഒരു ദിവസം എനിക്കും വെച്ചിട്ടുണ്ട്. ബേഥേൽ കേരള ചർച്ചിൽ പ്രസംഗിച്ച ഓരോ പ്രസംഗത്തിനും ഹല്ലേലൂയ ഹല്ലേലൂയ ശുശ്രൂഷിച്ച ഓരോ ശുശ്രൂഷയ്ക്കും ദൈവം ലിസ്റ്റ് എടുത്ത് വെച്ച് എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളെ, യൂത്ത് പിരിഞ്ഞു കിടന്ന കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ചെയ്തത് ഓരോന്നും ദൈവ സന്നിധിയിൽ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ പുതിയ സ്റ്റുഡൻറ്റ് വരുമ്പോൾ പ്രിയ ഹല്ലേലൂയ മോളിയാൻറ്റി കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങളാരും കാണുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് നിങ്ങളെ സർപ്രൈസ് ചെയ്യും ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ശുശ്രൂഷയ്ക്കെല്ലാം വിലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകളും വിലയുണ്ട്. ഇവിടെ മീഡിയ ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്, അവരെ ആരും കാണുന്നില്ല. എല്ലാ ദിവസവും വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന പ്രിയ ഗാഡ്സൺ ബ്രദറുണ്ട്. ഗാഡ്സൺ ബ്രദറിൻ്റെ ഒറ്റ വീഡിയോ പോലും ഫേസ്ബുക്കിലില്ല, പക്ഷെ സ്വർഗത്തിൽ കാണാം. എനിക്കറിയാവുന്ന ഒത്തിരി എൻ്റെ സഹോദരങ്ങളുണ്ട്, ഭൗതിക ജോലി വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയവർ. ഒരു ലാസ്റ്റർ ടർബോയിൽ വലിയ ഒരു ജോലി ഉണ്ടായിരുന്നൊരു മനുഷ്യൻ എൻ്റെ നെയ്ബറാണ്. അല്ലെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ജോലി വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ സ്വപ്നം കാണാത്ത പൈസയാണ് എൻ്റെ സ്റ്റാഫിന് ഞാൻ ശമ്പളം കൊടുക്കുന്നത്. കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്ക് ഹല്ലേലൂയ എനിക്ക് വേണ്ടതൊക്കെ കർത്താവ് തരുന്നുണ്ട്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, എത്രയോ പേര് ഈ സുവിശേഷം നിമിത്തം അടികളേറ്റു, കുന്തങ്ങളേറ്റു, ഹല്ലേലൂയ ഹല്ലേലൂയ, എന്തൊക്കെ പാടുകളേറ്റു. പ്രൈസ് ദി ലോർഡ്. ദൈവം ചില ഒരു ദിവസം നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാം. ബീമാ സീറ്റ് ഓഫ് ക്രൈസ്റ്റിൽ ഹല്ലേലൂയ ചിലരുടെ പണികളെ ദൈവം ടെസ്റ്റ് ചെയ്യും, വർദ്ധിയാണെന്ന് നോക്കും, തീ കൊണ്ട് ഉത്തരമാനുള്ള ഹല്ലേലൂയ. ഇതെല്ലാം അതിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. ഒരു വാക്യം വായിച്ചിട്ട് ഹല്ലേലൂയ നമുക്ക് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സമയം മുന്നോട്ട് കടന്നു പോയല്ലോ. ഈ ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മളതിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, behold I come soon bringing my hallelujah hallelujah rewards with me. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ എൻ്റെ കയ്യിൽ പ്രതിഫലമുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് പ്രതിഫലമായിട്ടാണ് വരുന്നത്. ബീമാ സീറ്റ് ഓഫ് ക്രൈസ്റ്റ് നിന്നെ ജഡ്ജ് ചെയ്യാനുള്ള സമയമല്ല. അല്ലാതെ ഒരിക്കൽ കർത്താവ് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പലതരത്തിലുള്ള ജഡ്ജ്മെൻറ്റ് പറ്റി ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി പ്രതിഫലമായി യേശു വരാൻ പോവുകയാണ്. ഈ ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യുന്നോ അതിൻ്റെ പ്രതിഫലം തരുവാനാണ് വരുന്നത്. നമുക്ക് ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എത്ര പേർക്ക് പകൽക്കാലം സന്തോഷമുണ്ട്. ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി ചിലത് ഓടുവാൻ, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് അല്ലെ പ്രതിഫലം തരുവാൻ യേശു വരാനായിട്ട് പോകുകയാണ്. നിനക്ക് വേണ്ടി ഭവനം ഒരുക്കിയിരിക്കുകയാണ്.
പറയുകയാണ്, one day you will stand at the bema seat of Christ and God is going to reward you what you have done in this life. ഹല്ലേലൂയ. എത്ര സന്തോഷമുണ്ട്. അവൻ വിശ്വസ്തനാണ്. He is the faithful God. ഹല്ലേലൂയ. He is a faithful God എന്ന് സമർപ്പിച്ചാട്ട്, കർത്താവേ, എൻ്റെ ശിഷ്ടായുസ്, എൻ്റെ തുടർന്നുള്ള ആയുസ് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. എൻ്റെ ശിഷ്ടായുസ് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ഈ ഭൂമിയിൽ ഞാൻ എത്ര നാളുണ്ടെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ലോകം നിന്നെ മാനിച്ചില്ലെങ്കിലും, ലോകം നിന്നെ കൈക്കൊണ്ടില്ലെങ്കിലും, നിന്റെ ശുശ്രൂഷ ലോകം അംഗീകരിച്ചില്ലെങ്കിലും ദൈവത്തിന് വിഷയമല്ല. നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും, കണ്ണുനീരൊക്കെയും അന്നു തീരും. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും, കണ്ണുനീരൊക്കെയും അന്നു തീരും. എണ്ണിയാൽ തീരാത്ത വൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്ത വൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും. വിണ്ണിലൻ ചേർന്ന് പാടാം. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും, കണ്ണുനീരൊക്കെയുമെന്നു മാറും. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും, കണ്ണുനീരൊക്കെയും അന്നു മാറും. എണ്ണിയാൽ തീരാത്ത വൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്ത വൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രാമദേശത്ത് പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രാമദേശത്ത് പോയി ഞാൻ. മരണ നിഴലിൽ താഴ്വരയിൽ ശരണമായ യേശുവുണ്ട്. മരണ നിഴലിൽ താഴ്വരയിൽ ശരണമായി എനിക്ക് യേശുവുണ്ട്. കരളലിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെ. കരളറിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. ഈ വചനങ്ങളാൽ നമ്മൾ അനുഗ്രഹിക്കുമാറാണ്. പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. കർത്താവിന്റെ രാജ്യത്തിനുവേണ്ടി നമുക്ക് പ്രയോജനപ്പെടാം.